ഒരിക്കലും കർത്താവിൻ്റെ അഭിഷിക്തൻ എന്നോട് പറഞ്ഞതാ പാസ്റ്ററെ, ശുശ്രൂഷ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു പ്രതിസന്ധി വന്നപ്പോൾ, നാളെ എന്താകുമെന്ന് അറിയത്തില്ല, അദ്ദേഹം എഴുന്നേറ്റു റൂമിൽ നിന്ന്. മാസങ്ങളായി റൂമിനകത്തിരിക്കുക. കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു, നീ കേട്ട വാഗ്ദത്തങ്ങൾ നീ ഓർക്കുന്നുണ്ടോ? ഉണ്ട്. ഇതകത്ത് കയറിയപ്പോൾ അകത്തിൻ്റെ അകം കത്തി. ഷീലാൻറ്റി, ഈ മനുഷ്യൻ എഴുന്നേറ്റു. എവിടെയോ അന്ന് ശുശ്രൂഷിച്ച, വർഷങ്ങൾക്ക് മുമ്പ് ശുശ്രൂഷിച്ച കർത്താവിൻ്റെ അഭിഷിക്തൻ പാസ്റ്റർ സുരേഷ് ബാബു ഒരു ഓഡിറ്റോറിയം, ഒരു പബ്ലിക് ഗ്രൗണ്ടിൽ അദ്ദേഹം ചെന്നപ്പോൾ ആ പബ്ലിക് ഗ്രൗണ്ട് കാട് പിടിച്ച് കിടക്കുക. ഒരു മനുഷ്യനും കയറത്തില്ല. ഇദ്ദേഹത്തിന് ഓർമ്മ വന്നു, ഞാൻ അവിടെ അന്ന് നിൽക്കുമ്പോഴാ ഈ ദൈവ മനുഷ്യനോട് ദൂത് പറഞ്ഞത്. ഈ മനുഷ്യൻ ആ സ്ഥലത്ത് പോയിട്ട് മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, ഇവിടെ വെച്ചാ നീ എന്നോട് സംസാരിച്ചത്, ഇവിടെ വെച്ചാ നീ എന്നോട് സംസാരിച്ചത്. ഇന്ന് രാത്രി ഞാനിത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ഇന്നകത്ത് കയറി ക്ലൈം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എവിടെയോ നീ കേട്ട ദൈവ ശബ്ദത്തെ കയറി ക്ലൈം ചെയ്യാൻ ആരുണ്ടെങ്കിൽ, ഇന്ന് രാത്രി കൊണ്ട് നിന്റെ സാഹചര്യങ്ങളെ തിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറയാൻ. നീ ആ ചുവട് വെക്കുമ്പോ ചലിക്കുന്ന സ്വർഗമുണ്ട്. ദൈവദാസ, സ്വർഗം പറയും, ഇപ്പോഴും നീ അത് വിശ്വസിക്കുന്നുണ്ടോ? 5 വർഷം മുമ്പ്, 10 വർഷം മുമ്പ് ഞാൻ നിന്നോട് പറഞ്ഞ നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അതിനെ പിടിച്ചാണോ നീ ഇന്ന് കിടക്കാൻ പോകുന്നത്? ചിലർ കേട്ടോണ്ടിരിക്കുക, ചിലർ ഇതിനകത്ത് ക്ലൈം ചെയ്യുക. എനിക്കറിയാം, ചിലർ ഇത് കേട്ടോണ്ടിരിക്കുക, ചിലർ ഇതിനകത്ത് കയറി ക്ലൈം ചെയ്യുക. നാളുകൾ എന്താകുമെന്നറിയാതെ റെജി പാസ്റ്ററെ എവിടെയെങ്കിലും സാഹചര്യത്തിലാകുന്നെങ്കിൽ, എന്നോ കേട്ട ഒരു ദൈവശബ്ദം, അത് കേട്ടപ്പോൾ ഇരുന്ന ഒരു സ്ഥലത്ത് ചെന്നിട്ട് നീ ഇവിടെ വെച്ചാ എന്നോട് പറഞ്ഞതെന്ന് അപ്പായെ നീ അത് ഓർക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നത് അധരം തുറന്നൊന്ന് വിളിച്ചു പറയാൻ ഇന്ന് രാത്രി പറ്റുമോ? വിശ്വസിക്കുന്നത് അധരം തുറന്ന് ഒന്ന് വിളിച്ചു പറയാൻ ഇന്ന് രാത്രിയിൽ പറ്റുമോ? വിശ്വസിക്കുന്നത് അധരം തുറന്നൊന്ന് വിളിച്ചു പറയാൻ ഇന്ന് രാത്രിയിൽ പറ്റുമോ? എങ്ങനെയാ രക്ഷിക്കപ്പെട്ടെ? വിശ്വസിച്ചു നീ അധരം തുറന്നത്, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് സകല ഭൂത പ്രേത പിശാചുക്കളും നിന്നെ പുറത്തു വിടത്തില്ല എന്ന് വാദിച്ചു നിൽക്കുമ്പോ, നീ വിശ്വസിച്ചത് അധരം തുറന്ന് വിളിച്ചു പറഞ്ഞപ്പോ കൈവിട്ട് മാറി നിന്നെങ്കിൽ, ഈ അന്തരീക്ഷം തിരികെ ഇപ്പോ രക്ഷിക്കപ്പെടുക എന്ന് പെടാൻ വേണ്ടി ഒരു പ്രവാചകനെ ദൈവം നിയോഗിച്ചില്ല, ഒരു പാസ്റ്ററേമല്ല നിയോഗിച്ച്. നിന്റെ അധരം, നിന്റെ ഹൃദയം, ദൈവം പറഞ്ഞത് നീ അങ്ങ് വിശ്വസിച്ചു, ദൈവം ചെയ്തത് നീ അങ്ങ് വിശ്വസിച്ചു, അത് നീ അധരം കൊണ്ട് വിളിച്ചു പറഞ്ഞു. നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിടുതൽ എന്ന് പറയുന്ന നിത്യത അവകാശമാക്കാൻ ദൈവം ഉപയോഗിച്ചത് നിന്റെ അധരത്തെയാണെങ്കിൽ, ഉണ്ടോ നിങ്ങൾ? അറക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനും നിൽക്കുന്ന ഒരു പൈശാചിക തലത്തിന്റെ നടുവിൽ നിന്ന് നിന്നെ സ്വർഗത്തിൽ കയറ്റാൻ ദൈവം ഉപയോഗിച്ചത് നിന്റെ ഹൃദയവും അത് വിശ്വസിച്ച് നീ പറഞ്ഞ ഒരൊറ്റ വാക്കുമാണെങ്കിൽ, എവിടെയോ തമ്പുരാൻ നിന്നെ നോക്കി പറഞ്ഞ ഒരു വാഗ്ദത്തത്തെ ഇന്ന് പകലിൽ വിശ്വസിച്ചുകൊണ്ട് ഉരുവിട്ടാൽ, വിശ്വസിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ?
വിശ്വസിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? വിശ്വസിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? എങ്കിൽ നിങ്ങളുടെ വിശ്വാസം ഇന്ന് രാത്രിയിൽ തെളിയിക്ക. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ദൈവദാസ, കർത്താവിൽ നിത്യത്തിൽ വിശ്രമിക്കുന്ന ആശാര്യോപദേശി, അദ്ദേഹത്തിൻ്റെ വാഗ്ദത്തങ്ങളൊക്കെ എഴുതിയൊരു പുസ്തകം അദ്ദേഹത്തിനുണ്ടായിരുന്നെന്ന്. അദ്ദേഹം വലിയ പ്രതിസന്ധിയിൽ രോഗക്കിടക്കയിലായിരിക്കുമ്പോൾ ഡോക്ടർമാർ പറയും മരിച്ചു പോകുമെന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറയുമായിരുന്നെന്ന്, മോനെ നീ ആ വെച്ചിരിക്കുന്ന പുസ്തകം എടുത്തോണ്ട് വാടാന്ന്, എന്നിട്ട് നീ ഉറക്ക വായിക്കടാന്ന് പറയുമെന്ന്. ഓക്കെ, വായിക്കട മോനെ എന്ന് പറയും. ഒന്നാമത്തത് നടന്നു, രണ്ടാമത്തത് നടന്നു, മൂന്നാമത്തത് നടന്നില്ല. ഡോക്ടറോട് പറ എന്നെ ഡിസ്ചാർജ് ചെയ്യാൻ. ഡോക്ടറോട് പറ എന്നെ ഡിസ്ചാർജ് ചെയ്യാൻ. ക്ലൈം ചെയ്യാൻ പറ്റും. ക്ലൈം ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അതുകൊണ്ടാ വേദപുസ്തകം പറഞ്ഞേ, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിനെ ഇഷ്ടപ്പെടുന്നവൻ. ഇന്ന് രാത്രിയിലും എവിടെയൊക്കെയോ നിന്റെ ജീവിതത്തെ തിരിക്കാൻ നിന്റെ നാവിൽ നീ കേട്ട ഒരു ദൈവ ശബ്ദത്തെ ഒന്ന് ഉരുവിടാനാണ് പരിശുദ്ധാത്മ പറയുന്നത്. ഉണ്ടോ നിങ്ങൾ? ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായിക്കൊണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിടുതൽ ചെയ്യാൻ നീ ഒന്ന് ക്ലൈം ചെയ്തതാ. അതുകൊണ്ടാ തിരിഞ്ഞ് അതിൻ്റെ താഴെയുള്ളൂ ബാക്കി സകല വാഗ്ദത്തങ്ങളും. ഏറ്റവും വലിയ വാഗ്ദത്തമായ നിത്യത എന്നെ കേറ്റാൻ തമ്പുരാൻ ചെയ്തത് ഇതാണെങ്കിൽ, പാസ്റ്റർമാർ തലയിൽ കവിച്ച് പ്രാർത്ഥിക്കുന്നത് ഞാനെതിരല്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ ആത്മാവ് തരുന്നൊരു ബോധ്യമുണ്ട്. നിന്റെ ആദരത്തിൽ നിൻ പറയുന്ന ഒരു വാക്കിൽ നിന്റെ ജീവിതത്തെ തിരിക്കാൻ ഇറങ്ങി നിൽക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് ഇവിടെ ചലിക്കുന്നുണ്ട് പാസ്റ്റർ. ഒരാളുടെയും കൈവപ്പില്ലാതെ ഇന്ന് ചിലർ ക്ലൈം ചെയ്യാൻ പോകുകയോ, ഇന്ന് ഈ അന്തരീക്ഷത്തിൽ ചിലതിനെ കയറി പിടിക്കാൻ പോകുകയോ, പരിശുദ്ധാത്മാവ് ചിലരെ തൊടുകയാണ് അവിടെ. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ വേറെ ആരും പറയല്ല, നിങ്ങൾ പറയുക. ഇന്ന് രാത്രിയിൽ നിന്റെ നാവിൽ നീ ക്ലൈം ചെയ്യുമെന്ന്. ഞാൻ അതാ വിശ്വസിക്കുന്ന തമ്പുരാനെ. നീ അന്ന് പറഞ്ഞതാ ഞാൻ വിശ്വസിക്കുന്നത്. 2000 വർഷം മുമ്പ് നീ കാൽവറി ചെയ്തത് ഞാൻ എനിക്ക് വേണ്ടി ക്ലെയിം ചെയ്യുകയോ, ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയോ, വായ് കൊണ്ട് ഏറ്റുപറയുകയോ, നരകത്തിന് യോഗ്യനായി കിടന്ന എന്നെ ഞാൻ വിശ്വസിക്കുന്നു സ്വർഗത്തിലേക്ക് പറിച്ചിട്ടത് ആ ഒരൊറ്റ ക്ലെയിം. അത് നമ്മൾ വിശ്വസിക്കും. ബാക്കിയുള്ളത് നമുക്ക് വിശ്വസിക്കാൻ ഞാൻ പറയും, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന ഉയർച്ചകൾ ഈ അന്തരീക്ഷത്തിൽ ദൈവത്തിൻ്റെ ദൂതന്മാരിറങ്ങി വെട്ടുകയാണ്. എവിടേക്കോ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ചകളെ ദൈവത്തിൻ്റെ ദൂതന്മാർ, അസൈൻ ചെയ്ത ദൂതന്മാർ ഈ രാത്രിയിൽ ഇതിനകത്ത് ചാർജ് ആക്കുകയാണ്. ചിലതിനെ പറയാൻ പറ്റുമോ? ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു കർത്താവിൻ്റെ അഭിഷിക്തൻ എന്നോട് പറഞ്ഞതാ, സരി പാസ്റ്ററെ, 9 വയസ്സുള്ളവനായി
അമ്മയും ഈ ദൈവദാസനും കൂടി വിശ്വാസത്തിൽ വരുമ്പോൾ ഇത്രയും പൊക്കമുണ്ട്. ഒരു ബാഗ് എടുത്ത് തോളയിലിടാൻ ആരോഗ്യമില്ല. എൻ്റെ വീട്ടിൽ വലിയ പ്രതിസന്ധിയാണ്, വലിയ പ്രതികൂലമാണ്. എൻ്റെ സഹോദരന്മാർ എന്നെ ഉപദ്രവിക്കും. ഒരു പൈശാചിക മുഴുബലത്തോടെ നിൽക്കുന്ന ഒരു ഭവനം. പക്ഷേ വിശ്വാസത്തിന് വേണ്ടി ഞാൻ ഇറങ്ങിയതാ, ചുവട് വെച്ചതാ. എൻ്റെ കുഞ്ഞുപ്രായത്തിലെ ശുശ്രൂഷകനായത്. ഒരിക്കൽ രാവിലെ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുഞ്ഞു മനസ്സിലന്ന് തോന്നി എന്തോ ഒരു പ്രേരണയിൽ ദൈവദാസൻ പറഞ്ഞു, തൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു വര വരച്ചിട്ട് പറഞ്ഞു, ഹേ പിശാചേ, നിനക്ക് ഇവിടം വരെ വരാം, ഇതിനപ്പുറം കയറണമെങ്കിൽ നീ എന്നോട് ചോദിക്കണം. 9 വയസ്സുകാരൻ വിശ്വാസത്തിന് വേണ്ടി പറയുക. ഞാൻ പറഞ്ഞു പോയി പാസ്റ്ററെ, മാസം 3-4 കഴിഞ്ഞു. ഞാനായിരിക്കുന്ന ഈ ചർച്ചയിൽ ഉപവാസ പ്രാർത്ഥന വന്നു. ഹല്ലേലൂയ. ഞാനിതാരോടും പറഞ്ഞില്ല. പക്ഷെ കേരളത്തിൽ വന്നൊരു ശക്തനായ പ്രവാചകൻ എൻ്റെ അപ്പൻ്റെ തലയിൽ കൈവച്ച് ദൂത് പറഞ്ഞു, നിന്റെ കുടുംബത്തെ തകർക്കാൻ പിശാചിന് പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷെ നിന്റെ വീടിൻ്റെ മുമ്പിൽ കിടക്കുന്ന ഒരു ബൗണ്ടറി ക്രോസ് ചെയ്യാൻ അവന് പറ്റുന്നില്ല. ഉണ്ടോ? ഞാൻ നിങ്ങളെ ഇളക്കാൻ പറഞ്ഞതല്ല, അദ്ദേഹം എന്നോട് പറഞ്ഞതാ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ നിസ്സഹായതയിൽ, എൻ്റെ വിശ്വാസത്തിൽ ഞാനൊന്ന് ക്ലൈം ചെയ്തതാ. പക്ഷെ സ്വർഗം അത് സ്റ്റാമ്പ് വെക്കും. ഇന്ന് രാത്രിയിൽ നിങ്ങൾ കെട്ടിയാൽ കെട്ടപ്പെടുമെന്ന് പറഞ്ഞത് പിന്നെ എന്തുവാ? നിങ്ങൾ അഴിച്ചാൽ അഴിയപ്പെടുമെന്ന് പറഞ്ഞത്. ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ചിലർ കേട്ടോണ്ട് നിൽക്കുകയോ, ചിലർ ബൗണ്ടറി ഇടുകയോ, ചിലർ കേട്ടോണ്ട് നിൽക്കുകയോ, ചിലർ ക്ലൈം ചെയ്യുകയോ, ചിലർ കേട്ടോണ്ട് നിൽക്കുകയോ, ചിലർ ദൈവത്തോട് പറയുകയോ.